മനസ്സിലൊരു മഴവില്ലിൽ ഇന്നലെ എന്നോടൊപ്പം ഇരുന്ന് ഒരുപാട് രസകരമായ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രശസ്ത നടൻ ശ്രീജിത്ത് രവിയും ഭാര്യ സജിതയുമായിരുന്നു. ശ്രീജിത്ത് അച്ഛനായപ്പോൾ അച്ഛൻ എങ്ങനെയാണ്? അതേ ഗൗരവക്കാരനായിട്ട് തന്നെയാണോ? അപ്പൊ ഇപ്പൊ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലൈഫ് സ്റ്റൈലുകൾ മാറിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും കുട്ടികളെ കൊണ്ടു നടക്കാൻ പറ്റില്ല. പോടാ അവിടെ നിന്ന് പറയും ചിലപ്പോൾ നമ്മൾ പോടാ അച്ഛന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോവാം. നമ്മളത് പറയും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് സ്ട്രിക്റ്റ്, അങ്ങനെ ഒരു ഭയങ്കരമായി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ടിറാനിക്കൽ ആയിട്ടുള്ള അച്ഛനാണെന്നൊരു ഒരു ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. വളരെ ലവിങ് ആയിട്ടുള്ള ആ ലവ് വെച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്ട്രിക്ട്നെസ് ഉണ്ട്. ആ ഒരു സ്നേഹം കൊണ്ട് അച്ഛൻ പറയുന്നത് ഞാൻ എതിർക്കണ്ട, അച്ഛൻ ചീട്ട് കളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കളിക്കുന്നില്ല. അത് അന്ന് പറഞ്ഞതാണ്. അച്ഛൻ സ്മോക്ക് ചെയ്യരുത് പറഞ്ഞിട്ടില്ല, കാരണം അച്ഛൻ വലിക്കാറുണ്ട്. അത് കാരണം അച്ഛൻ അത് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ടേ പറഞ്ഞിട്ടുള്ള അച്ഛൻ വലിക്കണ്ട. ഇന്ന് അച്ഛൻ അഭിനയിക്കുന്ന സമയത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റോൾസ് ആണ് ചെയ്തിരുന്നത് അല്ലേ? പോസിറ്റീവ് റോൾസ് വളരെ കുറച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കാണ് അവസാന കാലഘട്ടത്തിലൊക്കെയാണ് എനിക്കാണ് അച്ഛൻ അവസാനം എന്ന് പറഞ്ഞാൽ ഈ നിർത്തുന്ന ഇടയ്ക്ക് ഒരു ടൈം ബീങ്, ഒരു ഗ്യാപ്പ് എടുത്തതിന് തൊട്ട് മുമ്പാണ് ശരിക്ക് 1921 സതയം അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ, ധ്രുവം ഒക്കെ എനിക്ക് അന്ന് ഈ വില്ലന്മാരെല്ലാം പാവങ്ങളായിരുന്നു അല്ലേ? ബാലേട്ടൻ നോക്കുവാണെങ്കിലും ബാലേട്ടൻ, ജോസ് പ്രകാശ് സാർ എല്ലാവരും മക്കളെ മോളെ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. നമുക്ക് വില്ലന്മാര്. ഇവരാണെങ്കിൽ സിനിമയിൽ നേരെ തിരിച്ചുമാണ് ഈ വില്ലന്മാര് മുഴുവൻ. ആ പാവം ക്രൂരൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഡബ് ചെയ്ത സിനിമയാണ്. കണ്ടിട്ടില്ലേ? എന്തൊരു ക്രൂര. സഞ്ജുവിനെ ഒരു ദിവസം വിളിച്ചിരുന്ന് കാണാൻ പറഞ്ഞിട്ട് പകുതി സഞ്ജുവിനെ ഞാൻ ഇരിക്കണോ എന്നൊക്കെ. ആ പ്രായത്തില് അത്തരം സിനിമകൾ തിയേറ്ററിൽ കൊണ്ടുപോയി അച്ഛൻ കാണിക്കും. കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ ഒരുവിധ സിനിമകളിലൊക്കെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് അതൊരു ജോലിയായിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും. ചെറുപ്പത്തില് നമ്മളിതാണ്, കാരണം അച്ഛൻ അല്ലാത്തൊരു വേഷം ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ ഇങ്ങനെ അല്ലാന്ന് എനിക്ക് 100% അറിയുകയും ചെയ്യാം. കാരണം നമ്മുടെ മുമ്പിൽ കാണുന്നതല്ലേ. അതൊക്കെ നമ്മൾ എല്ലാ തിയേറ്ററിലും പറയില്ല അച്ഛൻ അങ്ങനത്തെ റോള് വേണ്ട അച്ഛൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോ മക്കളോ ഇത് വേണ്ടെന്ന് എന്ന് പറയുന്നോ ഞാനത് നിർത്തുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. അമ്മ പലപ്പോഴും പറയാറുണ്ട്, അമ്മ ഒരു ഡോക്ടറാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ആരോ ഇത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്രേ, ഇത് പറഞ്ഞു കേട്ടറിവാണ്. അമ്മ ഡോക്ടറായിരുന്നു, മരിച്ചുപോയി. 2 വർഷം മുമ്പാണ് മരിച്ചുപോയത്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്രേ, ഇത് ഞാനൊരു ഡോക്ടറാണ്, അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരുപാട് ഈവൻ നേക്കഡ് ബോഡീസ് നമ്മൾ കാണുന്നുണ്ട്. അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനത് നാളെ എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ ഡോക്ടറായിട്ട് ദാറ്റ്സ് മൈ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. അത് അങ്ങേരുടെ പ്രൊഫഷൻ്റെ ഭാഗം. അത് ആ ഒരു സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തപ്പോൾ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പോൾ അത് കുട്ടിക്കാലത്തെ ബിസിനസ് കുറച്ച് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, വന്നോളൂ ഇരുന്നോളൂ, ഗ്രാജുവലി നമ്മൾ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും അച്ഛൻ നടത്തിയത്. എപ്പോഴാണ് പിന്നെ ഈ സിനിമ എന്നുള്ളൊരു ആകർഷണം ഉണ്ടായത്? സിനിമ എനിക്ക് തോന്നുന്നത് നമുക്ക് ജനറ്റിക്കായിട്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. തീർച്ചയായും അച്ഛനിൽ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അതിനുള്ള താല്പര്യം വന്നു. പിന്നെ എൻ്റെ സ്കൂളിംഗ് അത്തരമൊരു സ്കൂളിലായിരുന്നു. ഹരിശ്രീ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഹരിശ്രീയിൽ പഠിക്കുമ്പോൾ എനിക്ക് നളിനി ചന്ദ്രൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. നളിനി മിസ്സാണ് എന്നെ ആദ്യമായി സ്റ്റേജിൽ കയറ്റുന്നതും. അന്ന് എനിക്ക് തോന്നുന്നു ഗോൾഡിലോക്സ് ആൻഡ് 3 ബെയർസ് എന്ന് പറഞ്ഞൊരു നാടകത്തിൽ കുട്ടിക്കാരുടെയായിട്ടാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന്, അച്ഛൻ്റെ കയ്യിൽ നിന്ന്, അമ്മയുടെ കയ്യിൽ നിന്ന്, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇവരെല്ലാവരും. അപ്പോൾ നമുക്കിത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി പതുക്കെ. പിന്നെ ബിസിനസ്സിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടല്ല അച്ഛൻ ഞങ്ങളെ ഇത്തരം അതെനിക്കൊരു ഏർണിംഗ് ഹാബിറ്റ് മാത്രമല്ല, കഷ്ടപ്പെടാനുള്ളൊരു ചങ്കൂറ്റം, ഒരു ധൈര്യം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പണിയും ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്ങനെ. ഞാൻ രാവിലെ ക്രിക്കറ്റ് പ്രാക്ടീസ്, അച്ഛനെ ക്രിക്കറ്റ് ഒന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അച്ഛന് ഫുട്ബോളായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പോൾ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിന് വേണ്ടി പോകുമ്പോൾ 5 മണിയായപ്പോൾ എണീറ്റിട്ട് 6 മണിക്ക് തൃശ്ശൂർ നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ 5 മണിയായപ്പോൾ എണീറ്റ് റെഡിയായി, എന്നെ വിളിച്ചെണീപ്പിച്ച് റെഡിയായി. ഒരു കിറ്റ് ബാഗ് ഒക്കെ ഉണ്ട്, വലിയ കിറ്റ് ബാഗ്. അതൊക്കെ പിടിച്ച് താഴേക്കിറങ്ങി വന്നപ്പോൾ അച്ഛൻ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ കാറിൽ എന്നെ കൊണ്ടാക്കി തന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 5:30 ബസ്സുണ്ട്, അതിൽ കയറി പൊക്കോളാൻ പറഞ്ഞു.
അപ്പോൾ നമുക്ക് കാറുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളുള്ളൊരു കാലഘട്ടമായിരുന്നു അതൊക്കെ. ആ സമയത്ത് പോലും അച്ഛൻ എന്നോട് ബസ്സിൽ കയറി സെൻറ് തോമസിന് മുമ്പിൽ ഇറങ്ങി അവിടുന്ന് നടന്ന് ഈ ബാഗും ചുമന്ന് ഞാൻ മുനിസിപ്പൽ സ്റ്റേഡിയം വരെ നടന്നു പോയിട്ടുണ്ട്. അതിനൊന്നും എനിക്കൊരു പരിഭവമില്ല. പക്ഷേ അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇന്നറിയാം അതൊക്കെ എന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതൊരു ഇൻറ്റൻഷണൽ ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെയൊന്നും ഒരു പക്ഷേ നമ്മുടെ മക്കളെ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ മോനെ ഇപ്പോൾ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനൊരു 5 കളിപ്പാട്ടങ്ങളുടെ പേര് എടുത്ത് പറയും. 5 എണ്ണം അവന് ഇഷ്ടപ്പെട്ടത് വരും, മിനിമം ഒരു 5 എണ്ണം ഉണ്ടായിരിക്കും. ഞാൻ വളരെ കൃത്യമായിട്ട് പറയും, അച്ഛയ്ക്ക് ഇതെല്ലാം കൂടി വാങ്ങിച്ചു തരാൻ പൈസ ഇല്ല, എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരാം, നിനക്ക് ഏതാ ഇതിൻ്റെ അകത്ത്. ആ ചോയ്സ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അതിൽ അവൻ ഒരെണ്ണം പറയണം, ആ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ അതിൽ പറയുകയും ചെയ്യും ഇതിന് ഭയങ്കര പൈസയാണ്, ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛയ്ക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് വേറെ ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മണിയുടെ വാല്യൂ, ഈ ഒരു എല്ലാം എനിക്ക് കിട്ടിക്കോളും, ചോദിക്കുമ്പോൾ കിട്ടും എന്ന് തോന്നാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ. ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാം കിട്ടുന്ന കുട്ടികളുണ്ടായിരിക്കും അവിടെ. അപ്പോൾ അവരുടെ പാരൻസ് ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല എൻ്റെ അറിവിൽ കുട്ടികൾ വളരേണ്ടത്. ലിമിറ്റഡ് ചോയ്സിൻ്റെ അകത്തുനിന്ന്, അല്ല ഒരു വൈഡ് റേഞ്ച് ഓഫ് അവൈലബിലിറ്റീസിൻ്റെ അകത്തുനിന്ന് ചൂസ് ചെയ്യാൻ പഠിക്കണം. ഏറ്റവും ശരി ഏതാണെന്നുള്ളത് അപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ച് മാറുമായിരിക്കും. പക്ഷെ ആ സാഹചര്യത്തിൽ ഏതാണ് ഏറ്റവും ശരിയെന്ന് ചൂസ് ചെയ്യാൻ ഇപ്പോഴേ പഠിച്ചാൽ അത്രയും നല്ലത്. ഇപ്പോൾ എത്ര സിനിമ ചെയ്തു? അങ്ങനെ എണ്ണം നോക്കിയിട്ടില്ല. 50ൻ്റെ മുകളിൽ ആയിട്ടുണ്ട് മലയാളത്തിൽ. തമിഴിൽ എണ്ണാവുന്നതാണെന്നുള്ളതുകൊണ്ട് 3-ാമത്തെ സിനിമയും 3ഉം 4ഉമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴിൽ 2 സിനിമകൾ റിലീസായി കഴിഞ്ഞു. വേട്ടൈ എന്ന് പറഞ്ഞ ലിംഗുസ്വാമി ഡയറക്റ്റ് ചെയ്തൊരു സിനിമ, ആര്യ മാധവൻ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിച്ച സിനിമ. അത് എൻ്റെ ചേകവർ എന്ന് പറഞ്ഞ സിനിമ കൂടെ ചെയ്തിരുന്നു. അതിൻ്റെ ക്ലിപ്പിങ്സ് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ പ്രഭു സോളമൻ എന്ന് പറഞ്ഞിട്ട് മൈന എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്തത്. പ്രഭു സോളമൻ്റെ കുംകി എന്ന് പറഞ്ഞ പടം, ആനയുടെ കഥ. അതിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ട് പ്രഭുവിൻ്റെ മകൻ നായകനായിട്ട് അഭിനയിച്ചു. അപ്പോൾ ആ സിനിമയാണ് 2ാമത്തെ റിലീസ് എന്ന് പറയുന്നത്. ഇത് തമ്മിലൊരു വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ 2 റിലീസും തമ്മിൽ. രണ്ടും സെയിം കമ്പനിയാണ്, തിരുപ്പതി ബ്രദേഴ്സ് ലിംഗസ്വാമിയുടെ കമ്പനിയാണ് രണ്ടും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ സിനിമ ആണ് വേറൊരു പ്രൊഡക്ഷൻ കമ്പനി, GV പ്രകാശ് കുമാർ മ്യൂസിക് ഡയറക്ടർ, ഹീ ഈസ് പ്രൊഡ്യൂസിങ് എ ഫിലിം. അപ്പോൾ അതിൽ ന്യൂ കമേഴ്സാണ് എസൻഷ്യലി എല്ലാവരും. ഡയറക്റ്റ് ചെയ്യുന്നത് ആടുകളം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയലോഗ് റൈറ്റർ, കോസ്ക്രിപ്റ്റ് റൈറ്റർ വിക്രം സുകുമാരൻ എന്ന് പറഞ്ഞ വിഷയമാണ്. അദ്ദേഹം മതയാനൈക്കൂട്ടം എന്നാണ് സിനിമയുടെ പേര്. അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എസൻഷ്യലി എല്ലാം ന്യൂ കമേഴ്സാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നടൻ ഞാനായിരിക്കാം. പിന്നെ ഓവിയ ആണ് അതിൻ്റെ അകത്ത് ഹീറോയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു പടം ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ളത് ചരൺ എന്ന് പറഞ്ഞിട്ട്, സിന്തറ്റിക് കാളി സെവത്ത് കാളി എന്ന് പറഞ്ഞിട്ട് വിനയ് റായ് ഹീറോ ആയിട്ടൊരു പടം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വസൂൽ രാജ MBBS അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്. സിനിമയിലെല്ലാം നെഗറ്റീവ് റോളാണ് അതോ? ഈ മതയാനൈക്കൂട്ടം മറ്റേ കുംകിയിൽ നെഗറ്റീവ് റോൾ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എസെൻഷ്യലി അത് മൊത്തം സിനിമ കാണുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് അതിൻ്റെ ആനയാണ്. കൊമ്പൻ എന്ന് വിളിക്കുന്ന ആനയാണ് അതിലെ വില്ലൻ. പക്ഷേ അതിൻ്റെ ഒരു ഹ്യൂമൻ മാനിഫെസ്റ്റേഷൻ ഒരു പക്ഷേ എന്നിലൂടെ ആയിരിക്കും കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചൊരു നെഗറ്റീവ് ഫീൽ ഉണ്ട് ആ ക്യാരക്ടറിന്. എന്നാൽ ഇയാൾ ചെയ്യുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇയാൾ ചെയ്യുന്നതൊക്കെ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞത്, കൃത്യമായ ശരികൾ തന്നെയാണ് ചെയ്യുന്നത്. അയാൾ അവിടെയുള്ള പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ നാട്ടുകാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ വേണമെങ്കിൽ. പക്ഷേ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ജനറലി ഒരു നെഗറ്റീവ് ഫീലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റതിൽ പക്ക ഔട്ട് ആൻഡ് ഔട്ട്, വേട്ടൈ എന്ന് പറഞ്ഞ പടത്തിൽ ഔട്ട് ആൻഡ് ഔട്ട് ഇവിടെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള കൊട്ടേഷൻ വേഷം തന്നെയായിരുന്നു. പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നു. വളരെ വ്യത്യസ്തമായ അപ്പിയറൻസ് ആയിരുന്നു. അവിടെയുള്ള ആർക്കും അറിയില്ല ഈ വേട്ടൈ ചെയ്ത ആൾ തന്നെയാണ് കുംകിയും ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ വേട്ടയിലുള്ളത് വലിയ താടിയും വലിയ അത്യാവശ്യം കുറേ മുടിയും ഭയങ്കര മീശയൊക്കെ ആയിട്ടുള്ളൊരു അപ്പിയറൻസിലായിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ താടിയൊക്കെ പോയി, മീശ മാത്രമായി. മതയാനൈക്കൂട്ടത്തിൽ വന്നപ്പോൾ മീശയും കൂടെയും പോയി. അപ്പോൾ ഇത് 3 ഒരാളാണെന്നുള്ളത് സംശയം. ഇനിയിപ്പോൾ നീ തല മൂടിയും കളയോ അടുത്തേന്ന് എനിക്കറിയില്ല. തമിഴിലപ്പോൾ വോയിസ് വേറെ. ആദ്യത്തെ 2 സിനിമയിൽ വേറെ വ്യത്യസ്തരായ 2 പേരാണ്
ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പടത്തിൽ, ആദ്യത്തെ പടത്തിൽ ആകാശ് എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, രണ്ടാമത്തെ പടത്തിൽ നീൽസൺ ആണ്. എന്ത് തോന്നുന്നു വേറൊരാൾ നമുക്ക് വേണ്ടി വോയിസ്? എനിക്ക് മലയാളത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ മലയാളത്തിൽ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു സത്യത്തിൽ. വേറൊരാളിപ്പോൾ ശോഭി ചേട്ടൻ എനിക്ക് ശബ്ദം തന്നിട്ടുണ്ട്. ശോഭി ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ശ്രീത്ത് ചെയ്യുന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം എന്നെ വിളിച്ച് ചോദിച്ചിട്ട് അത് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നതിൽ ഒരു ഭയങ്കര മര്യാദ. എന്തുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നത്? അത് ചേകവറിലാണ് അതുണ്ടായത്. ചേകവറിൽ സംവിധായകനും പ്രൊഡ്യൂസറും ഞാൻ ഡബ് ചെയ്തതിന് ശേഷം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് അപ്പിയറൻസിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാൻ കുറച്ച് ലൗഡായിട്ടുള്ള പെർഫോമറാണ്. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് അതാണ്. ഞാൻ കുറച്ച് ലൗഡാണ്. ഞാൻ പ്രത്യേകിച്ച് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് കുറേ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ പിന്നാക്കം പിടിച്ച് ഈ സട്ടിൽ ആക്ടിങ് എന്നൊക്കെ, സോ കോൾഡ് സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയാത്തവരെ പറയുന്ന വേറൊരു വാക്കാണ്. പക്ഷേ അതല്ല, റിയൽ ആയിട്ടുള്ളൊരു ആക്ടിങ്, ഈ ബിഹേവിങ് എന്ന് പറയുന്നൊരു സ്പേസിലേക്ക് ഞാൻ എന്നെ സ്വയം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കുംകിയൊക്കെ അതിൻ്റെ ഒരു പാതയിലാണ് സത്യത്തിൽ. പക്ഷേ അത്തരമൊരു ലൗഡ്നെസ് ഇല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു ശരിക്കും ചേകവർ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന അപ്പിയറൻസും, ലോങ് ഹെയറും മീശൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ ട്രിം ചെയ്ത്, ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വേറെ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസ്. മറ്റതൊക്കെ സ്ഥിരം ലുങ്കി, ട്രൗസർ പുറത്ത് കാണുന്ന ലുങ്കിയൊക്കെ ആയിരുന്നു എനിക്ക് ഇടിക്കട്ട വാസം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഗുണ്ടായസത്തിൽ നിന്ന് വളരെ, ഇതും ഗുണ്ടായസം തന്നെയായിരുന്നു, പക്ഷേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നിൽ നിന്ന് സംവിധായകൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നത്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ഫ്രഷ്നെസ് വരട്ടെ, കുറച്ചുകൂടി നല്ല പവർഫുൾ ആയിട്ടുള്ള വോയിസും കൂടി ഉണ്ടായാൽ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് ശോഭി ചേട്ടൻ ചെയ്യട്ടെ എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ, അതാണ് രണ്ടും കേട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് ചെയ്തോളൂ. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ നമ്മുടെ വോയിസ് കേൾക്കുന്നതിൻ്റെ സുഖം എന്തായാലും നമുക്ക് വേറെ ആളുടെ വോയിസ് ഒന്നും കിട്ടില്ല, തീർച്ചയായും കിട്ടില്ല. ഞാൻ ശോഭി ചേട്ടനോട് പറയുന്നത്. പക്ഷേ ശോഭി ചേട്ടൻ ചെയ്തത്, പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ആരെയും വിളിച്ചല്ല ആരെങ്കിലും വിളിച്ച് ചെയ്തോ എന്നല്ല പറഞ്ഞത്. ഡബ്ബിംഗ് മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാവുന്ന ഒരാളെ തന്നെ വിളിച്ച്, ശോഭി തിലകനെ വിളിച്ചിട്ട് തന്നെയാണ് എൻ്റെ വോയിസ് കൊടുപ്പിച്ചത്. അപ്പോൾ ഇറ്റ് സെർട്ടൻലി വർത്ത് ദാറ്റ്. അതൊരു വാല്യൂ ആണ്. ആസ് എൻ ആക്ടർ എനിക്കൊരു വാല്യൂ തന്നെയാണ്. വേറെ ആരെങ്കിലും വിളിച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഒരു വശത്തു നിന്ന് ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ ഒരു പോയിന്റ് മുകളിലേക്ക് തന്നെ കയറിയിട്ടുള്ളൂ, സംശയമൊന്നുമില്ല. ഒരു പോയിന്റ് ആ സംവിധായകൻ ഉദ്ദേശിച്ചതിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ചേകവറാണ് എന്നെ തമിഴിലേക്ക് എത്തിച്ചത്. സജിതയെ സംബന്ധിച്ച് സജസ്റ്റ് ചെയ്യാറുണ്ടോ ഇങ്ങനെ നെഗറ്റീവ് റോൾസ് അധികം വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. എന്ത് ടൈപ്പ് ഓഫ് റോൾ ചെയ്താൽ നന്നായിരിക്കും? ഇല്ല, അച്ഛൻ ചെയ്യുന്ന പോലെ ക്യാരക്ടേഴ്സ് അല്ല ചെയ്യുന്നത്. പെണ്ണുങ്ങളെ പിടിച്ചു വലിക്കാൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ല. ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതെന്താ പണ്ട് ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. റേപ്പിംഗ് ആയിരുന്നു. അപ്പം അല്ല, സത്യത്തിൽ ഞാനിപ്പോൾ ഈ പല പടങ്ങൾ വരുമ്പോൾ ഞാൻ തീരെ കംഫർട്ടബിൾ അല്ല പേഴ്സണലി. ഞാൻ തീരെ അത്തരം ഒരു സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല. ഐ വോണ്ട് ബി വെരി കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ വയലിൻ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ അടുത്ത് സിബി സാർ, എൻ്റെ അടുത്ത് ഗിരീഷ് ചേട്ടൻ, എൻ്റെ അടുത്ത് സിബി സാറിൻ്റെ പടമാണ്, ഇതൊക്കെയാണ് സബ്ജക്റ്റ്, ഇങ്ങനെയാണ്. അതിൽ അവസാനം ഈ ഹെൻറിയാണ് റീന ചേച്ചി ചെയ്യുന്ന ക്യാരക്ടർ, റീന ബഷീർ ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. റീന ബഷീറിനെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത് എൻ്റെ ക്യാരക്ടറാണ്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ വേറെ ആരെങ്കിലും വിളിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു. എന്താ ചെയ്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതങ്ങനെ വിഷ്വലായിട്ടൊക്കെ കാണിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഞാൻ തീരെ കംഫർട്ടബിൾ അല്ല. അന്ന് അവിടെ എത്തിയിട്ട് 4 സീൻ എടുത്ത് കഴിഞ്ഞിട്ട് ആ സീൻ എടുക്കുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലോ. എന്നെ അങ്ങ് ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. എനിക്ക് സിബി സാറിൻ്റെ പടം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, നല്ലൊരു വേഷമാണ്. പക്ഷേ ഇതെനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ മനസ്സിൽ അതിനൊരു തടസ്സമുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ അത് വളരെ എവിഡൻ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അത് വേണം. ഇത് സിബി സാറിൻ്റെ പടമല്ലേ, എന്താ പേടിക്കാനുള്ളത്? എന്തായാലും അത് വിഷ്വൽ കാണിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കഥയിൽ പറയുന്നേ ഉള്ളൂ, നമ്മൾ സീനേ ഇല്ല. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ അടുത്ത് പറങ്കിമല റീമേക്ക് ചെയ്യുന്നുണ്ട്. സെനൻ പൊള്ളാശ്ശേരിയാണ് റീമേക്ക് ചെയ്യുന്നത്. അപ്പോൾ സെനൻ ചേട്ടൻ്റെ അടുത്ത് എന്നെ വിളിച്ചു. എല്ലാവരും നമ്മളൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു അടുത്തവരാണ്. അപ്പോൾ പള്ളേട്ടനൊക്കെ വളരെ പണ്ട് കാലം തൊട്ട് നമുക്ക് വളരെ അടുപ്പമുള്ളതാണ്. അപ്പോൾ സെന്നൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് വേഷം? അപ്പം നെടുമുടി വേണു ചേട്ടൻ ചെയ്ത വേഷം, അച്ഛൻ ചെയ്ത വേഷമല്ല.
നെടുമുടി ചേട്ടൻ ചെയ്ത വേഷത്തിന് വേണ്ടിയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞു ചെയ്തേ ഉള്ളൂ. പണ്ടത്തെ പറങ്കിമലയാണെങ്കിൽ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ അത്രയും ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു സാധനങ്ങളൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഓഡിയൻസ് അത് താല്പര്യപ്പെടുന്നുമില്ല. ഇല്ലല്ല ശ്രീജിത്ത്, നമ്മൾ അങ്ങനെയൊന്നും അല്ലാതെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് എന്താ വെച്ചാൽ പല സാഹചര്യം കൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വന്നു. അത് ഈ കാരണം കൊണ്ടല്ല. ഫുൾ സ്റ്റോറി പറഞ്ഞു തരുന്നുണ്ട്. പണ്ട് കാലത്തുണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം സിനിമകളിൽ ഇപ്പോൾ വളരെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോൾ ചേകവർ അങ്ങനെയുള്ള ചില സിനിമകളിലൊക്കെ വളരെ കൃത്യമായിട്ട് സബ്ജക്റ്റ് ഇതാണ് ശ്രീധന. അത് ഞാനായിരുന്നു സെൻട്രൽ വില്ലൻ ക്യാരക്ടർ എന്നുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതെനിക്ക് മുരളിച്ചേട്ടൻ എനിക്ക് എൻ്റെ സഖാവ് സുരേഷിൻ്റെ വേഷം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എൻ്റെ സീൻസും കൂടെ DTP എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ അങ്ങനൊരു എക്സ്പീരിയൻസ് ഞാൻ നാടകത്തിലൊക്കെ ഞാൻ കുറേ നാളുകളായിട്ട്. അപ്പോൾ അതൊരു ഗൗരവമാണ്. അത് ശരിക്കും ആ സിനിമയോടുള്ള അപ്രോച്ച് നമുക്ക് ഭയങ്കരമായിട്ട് അത്രയും എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതില്ലാതെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയായിരിക്കും. അത് അങ്ങനെ ചെയ്യാത്തവരെ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ മോശമെന്ന് പറയില്ല, അവരെ താഴ്ത്തി കാണുകയില്ല. പക്ഷേ ഞാൻ വളർന്നു വരികയും ഞാൻ ശീലിച്ച സാഹചര്യം, ഞാനൊരു നാടകമൊക്കെ ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഒരു DTP പ്രിൻ്റ് കണ്ട് അത് വായിച്ച് നോക്കി ഇത് ഇങ്ങനെ മോഡലേറ്റ് ചെയ്യാൻ പറ്റുമോ, അതങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നതിൽ തന്നെ എനിക്കൊരു ത്രില്ലുണ്ട്. അത് ചെയ്യാൻ പോകുന്ന ദിവസത്തിൻ്റെ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് കണ്ണാടിയുടെ മുമ്പിൽ വെച്ചത് ഇപ്പോൾ 2 രീതിയിൽ പറഞ്ഞു നോക്കുക, 3 രീതിയിൽ പറഞ്ഞു നോക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു പാഷനാണ്. ചെയ്ത് കഴിഞ്ഞ് റൂമിൽ വന്നാലും വീണ്ടും അയ്യോ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഒരു പാഷൻ്റെ ഭാഗമാണ്, നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ എനിക്കത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുരളിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അരുൺ ചേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മുരളിച്ചേട്ടൻ എന്നെ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീജിത്ത് ഞാൻ എഴുതിയ സുരേഷാണ് ശ്രീജിത്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇതിലപ്പുറം ഒന്നും വേണ്ട. ഇപ്പോൾ തമിഴിലൊക്കെ 90% പലതും അഭിനയിച്ച് കാണിച്ചു തരുന്നതാണ് എനിക്ക്. ഇപ്പോൾ ഈ വിക്രം സുകുമാരനും ഈ പ്രഭു സോളമനൊക്കെ വെരി ഗുഡ് ആക്ടേഴ്സും കൂടിയാണ്. അപ്പോൾ അവർ കണ്ണ് നിറയുന്നവരെ അവർ അഭിനയിച്ച് കാണിച്ചു തരും നമുക്ക്. ഇപ്പോൾ മതയാനക്കൂട്ടം പല ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ 2 ക്യാരക്ടറാണ്. മതയാനക്കൂട്ടത്തിലെ ക്യാരക്ടർ വളരെ ഇമോഷണലായുള്ള ക്യാരക്ടർ കൂടിയാണ്. നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഇമോഷനാണ്. ശരിക്കും അയാളെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയതിന് ശരിക്കും എൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഹീറോ. കാരണം അയാളുടെ ഒരു വേദനയുണ്ട്, ഒരു കാസ്റ്റ് സ്ട്രഗിളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അയാളുടെ ഒരു വേദനയുണ്ട്. അതിന് അയാൾ സ്വീകരിക്കുന്ന വഴി, അതിന് എഗൻസ്റ്റായിട്ട് സ്വീകരിക്കുന്ന വഴി കുറച്ച് വളഞ്ഞതാണെന്ന് മാത്രം. പക്ഷേ എസെൻഷ്യലി അയാൾ ചെയ്യുന്നത് ഒരു ശരിയാണ്. അപ്പോൾ അതിനൊക്കെ അയാളുടെ ഭയങ്കര ഇമോഷണലായുള്ള പോയിന്റ് ഓഫ് വ്യൂലുള്ള ഡയലോഗ്സും കാര്യങ്ങളും. ഈ അടുത്ത് ഞാൻ വേറെ പടം ചെയ്തു മലയാളത്തിൽ, ഫ്ലാറ്റ് നമ്പർ 4B എന്ന് പറഞ്ഞ പടം ചെയ്തു. അതിൽ ഞാനൊരു ഗേ പിമ്പാണ് എൻ്റെ വേഷം. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ വരുന്നുണ്ട്. ഒരു ഹോമോസെക്ഷൽ പിമ്പിൻ്റെ വേഷമാണ് ചെയ്യുന്നത് ഈ അടുത്തായിട്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗുണ്ടാവേഷങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല, അത് ചെയ്യുന്നുണ്ട്. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പഴയ പോലെയുള്ളൊരു ഗുണ്ടാവേഷം തന്നെയാണ്. താല്പര്യമില്ല, പറ്റില്ല. പക്ഷെ താല്പര്യമുണ്ട്, പറ്റില്ല. ഫ്ലെക്സിബിൾ അല്ല. ഡാൻസിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഡാൻസ് സത്യത്തിൽ ഞാൻ വരുമോ മുഖത്ത് വരും, ഇവിടെ ചോദിക്കുകയല്ല നല്ലത്. നമുക്കറിയാം സിനിമയിൽ വരുമോന്നാണ് ഉദ്ദേശിക്കുന്നല്ലേ? അല്ല, ജീവിതത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അത് അല്ലെങ്കിൽ സിനിമയിൽ അത് വരുന്ന പോകുന്നില്ല. സിനിമയിൽ എനിക്ക് സത്യത്തിൽ അത് കണ്ണിലും മൂക്കിലൊക്കെ കൂടെ വരണ്ടല്ലേ? അല്ല, എനിക്കത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പേടിയുള്ള ഏരിയയാണ്. എനിക്ക് 100% കോൺഫിഡൻസ് ഇല്ലാത്ത ഏരിയ. അത് ചെയ്ത് ശരിയാവുമെങ്കിൽ ഞാനിപ്പോൾ 7ാം സൂര്യൻ എന്നുള്ളൊരു സിനിമയിൽ ഞാനൊരു പാട്ട്, അധികം പാട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ലൊരു പാട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള 7ാം സൂര്യൻ, ജ്ഞാനശീലൻ സംവിധാനം ചെയ്ത 7ാം സൂര്യൻ ഞാനും ഉണ്ണി മുകുന്ദനും മഹാലക്ഷ്മിയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നല്ലൊരു പാട്ട്, കണ്ണാന്തളിക്കാവിലെ എന്ന് പറഞ്ഞൊരു പാട്ടിൽ ത്രൂ ഔട്ട് ഞാൻ ഉള്ളൊരു പാട്ട്. പിന്നെ സത്യേട്ടൻ്റെ പടത്തിലുണ്ട്, പക്ഷെ അത് തുടങ്ങുമ്പോൾ ഞാനുണ്ട്, പിന്നീട് അത് ജയറാം മമത ഡുവറ്റിലേക്ക് അതങ്ങ് മാറും. പക്ഷേ ഇത് ത്രൂ ഔട്ട് ഞാനാണ്. റൊമാൻറ്റിക് പാട്ട് തന്നെയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. തീരെയല്ല. പിന്നെ എങ്ങനെ സിനിമയിൽ പറ്റും? കോമഡി ഇഷ്ടമാണ്. ഇപ്പൊ കിളിബോയ് എന്ന് പറഞ്ഞ സിനിമ ഈ അടുത്ത് ചെയ്തു. അത് പലപ്പോഴും പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ധ്രുവത്തിൽ അച്ഛനൊക്കെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അതായിരുന്നു. ധ്രുവത്തിലൊക്കെ അച്ഛനിൽ നിന്നും ഒരിക്കലും ഒരു ഹ്യൂമർ ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നിൽ നിന്നും കിളിബോയ് എന്നുള്ള സിനിമയിൽ ഞാൻ ആദ്യം എൻ്റർ ചെയ്യുമ്പോൾ ആസിഫിൻ്റെ പണി കഴിഞ്ഞു എന്നേ ആൾക്കാർ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മളത് കഴിഞ്ഞ് ചെന്ന് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് സംവിധായകൻ ചെയ്യിച്ചിട്ടുള്ളത്
വളരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ചെയ്തത്. അത് കാരണം അത്യാവശ്യം ലാഫ് അവിടെ കിട്ടി നമുക്ക്. അപ്പോൾ നമ്മളൊരു ഹ്യൂമർ ചെയ്തിട്ടൊന്നുമില്ല, അത് ആ സ്ക്രിപ്റ്റ് ക്യാരക്ടർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് അത്തരം ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമ്മൾ നാടകത്തിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, അൾട്രാ സ്ലാപ്സ്റ്റിക് കോമഡി വരെ ചെയ്തിട്ടുണ്ട്, ബഫൂണായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ക്ലൗണായിട്ട്. അപ്പോൾ കുറേ സംസാരിച്ചു. എനിക്ക് അച്ഛൻ്റെ വിശേഷം ഇനിയും കുറേ ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ഒരു സമയമില്ല. അച്ഛൻ ആഫ്രിക്കയിലാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എൻ്റെ അന്വേഷണം പറയൂ. ശരി, നമുക്ക് ഇനി ഒരു ദിവസം ഇരുന്ന് ബാക്കിയുള്ള ഇവിടെ നിന്ന് നമുക്ക് തുടരാം. പാർട്ട് 2. വളരെ സന്തോഷം സജിത. ഓക്കെ.